റിട്ടയർ ഇടവഴിയിൽ നിൽക്കാം. എന്തേ ഇവരൊക്കെ ദാസപ്പേട്ടന്റെ ഗുണ്ടകളാ. വല്ലപ്പോഴും ഒന്ന് കുളിപ്പിക്കണം. ബ്രൂച്ചിലി പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാനൊന്നല്ലല്ലോ. അല്ല, വണ്ടി കണ്ടീഷനാണെന്ന് പറഞ്ഞതാ. കൊറേ കാലമായി ഈ തല്ലിപ്പൊളി വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞിട്ടാണോ നീ വണ്ടി വാങ്ങിയത്? എന്റെ ദാസപ്പ, ഇതിങ്ങനെ നട്ടല്ലൊടിഞ്ഞ് കിടക്കണോണ്ടല്ലേ ഞങ്ങളുടെ റൂളിംഗ് ആകെ തെറ്റിപ്പോയത്. പാസില്ലാതെ മണല് കടത്തിയതിന് പോലീസ് കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഇത് ഇരുമ്പ് വലിക്ക് പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സുരേഷേ. ഇതിപ്പോ കൊല്ലം 3ആയി. എനിക്ക് എന്റെ കാശ് വേണം. ഇത് 5000 രൂപയുണ്ട്. മുതലില് കുറച്ചാ മതി. മുതലല്ല, ഇത് പലിശയിലായിരിക്കും കൂട്ടുന്നത്. പലിശയില് ചാകുന്നതിലും ഭേദമല്ലേ ബോധം കിടന്നത്. അതെ, ഇന്ന് വാർക്കപ്പണിയുള്ളതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു. കാണിച്ചു തരായിരുന്നു. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ചിറ്റപ്പാന്ന് മാത്രം ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ചിറ്റപ്പൻ പറഞ്ഞിട്ടാ ഞാൻ ഈ ലോറി എടുത്തത്, മണ്ണ് കയറ്റിയതും ഒക്കെ. ഞാനിതൊക്കെ കേൾക്കണം. നിനക്കൊക്കെ വേണ്ടിയിട്ടാ ഇക്കണ്ട കാലം ഒരു വിവാഹം പോലും കഴിക്കാതെ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത്. അല്ലാതെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. ആ, അതുണ്ട്. അതെ, നീ പറഞ്ഞത് എനിക്ക് കുറച്ച് ഫീലിംഗ് ആയിട്ടുണ്ട്. നിന്റെ കുറെ കാശുണ്ടല്ലോ,